ഈ 1000 days എന്ന് പറഞ്ഞാൽ എന്താണ്? 270 ദിവസം ഗർഭിണിയായ അമ്മയുടെ വയറ്റിലും, പിന്നെ ആദ്യത്തെ വർഷം 365 ദിവസവും, പിന്നെ രണ്ടാമത്തെ വയസ്സ് വരെ 365 ദിവസം. ഈ 1000 ദിവസങ്ങളാണ് നമ്മൾ ഓരോരുത്തരെയും ഓരോന്നായിട്ട് ഭാവിയിൽ വളർത്തെടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രമേ കൊടുക്കുവാൻ പാടുള്ളൂ. 6 മാസം കഴിഞ്ഞാലാണ് നമ്മൾ ബാക്കി ഭക്ഷണങ്ങൾ നമ്മൾ തുടങ്ങും. അതിനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി ഫീഡിംഗ് എന്നൊരു വാക്ക് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ മുലപ്പാൽ മാത്രം കൊടുക്കുവാൻ പറയുന്നു വെച്ചാൽ, ഇത് കാരണം കുട്ടികളിലുള്ള അലർജി, ആസ്മ, ATP കുറഞ്ഞു കിട്ടും. കുട്ടികൾക്ക് വയറ്റിളക്കവും ന്യൂമോണിയയുടെ സാധ്യതകൾ വളരെ കുറവായി കിട്ടും. 6 മാസം കഴിയുമ്പോഴാണ് കുട്ടികൾ നാക്കിലൊരു ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ അത് വിഴുങ്ങാൻ പറ്റുകയും 8ാം മാസം ആകുമ്പോൾ നാക്ക് 2 വശത്തോട്ടും മൂവ് ചെയ്യാൻ പറ്റുകയും, അതുകൊണ്ടാണ് നമ്മൾ 6 മാസം ഒരു ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 6 മാസം തൊട്ട് 8 മാസം മുലപ്പാൽ കൂടാതെ നമ്മൾ 2 ഭക്ഷണങ്ങളും കൂടി കൊടുക്കണം. നമ്മൾ 1 2 പ്രാവശ്യം കുറുക്കോ അല്ലെങ്കിൽ നല്ലപോലെ ഉടഞ്ഞ പഴങ്ങൾ കൊടുക്കണം. ഒരു കാര്യം വളരെയധികം ഈ പ്രായത്തിൽ ശ്രദ്ധിക്കണം. 1 ഇരുന്ന് കൊടുക്കാൻ പാടുള്ളൂ. രണ്ടാമത് ഒരിക്കലും മിക്സിയിൽ അടിച്ചിട്ട് ഒരു ഭക്ഷണം കൊടുക്കരുത്. ഒരു 8 മാസം തൊട്ട് 10 മാസം വരെ മുലപ്പാൽ കൂടാതെ 3 ഭക്ഷണങ്ങളും 1 2 പ്രാവശ്യം പോഷകം മൂല്യമുള്ള സ്നാക്സും നമ്മൾ ആ സമയത്ത് കൊടുക്കണം. ഈ സമയത്തൊക്കെ രക്ഷകർത്താവ് നോക്കുന്നവരെ ചെയ്യേണ്ട കാര്യം, കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കണം, കുഞ്ഞിനോട് ഐ കോൺടാക്ട്, കണ്ണിനോട് കണ്ണ് നോക്കണം, കുഞ്ഞിനോട് സംസാരിക്കണം. അല്ലെ മൊബൈലോ ടിവിയോ വെച്ചല്ല കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണം. ഈ ഒരു പ്രവണത അടിയന്തരമായിട്ട് എല്ലാ വീട്ടുകാരും ടിവിയും മൊബൈലും കാണിച്ച് ഭക്ഷണം കൊടുക്കുന്ന രീതി അവസാനിപ്പിക്കണം. 11 മാസം തൊട്ട് 2 വയസ്സ് വരെ 5 പ്രാവശ്യം ഭക്ഷണം കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് 2 വയസ്സ് വരെ ഭക്ഷണം എന്ന് വെച്ചാൽ, 85% ബുദ്ധി വളരുന്നത് ഒരു സ്ത്രീ ഗർഭിണിയായ അന്ന് തൊട്ട് ഈ 2 വയസ്സ് വരെയാണ്. ഈ 2 തൊട്ട് 5 വയസ്സ് വരെ ഇതിന്റെ മസ്തിഷ്ക വളർച്ച 15% ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ കുത്തിവയ്പ്പുകളും എല്ലാം നമ്മൾ ചെയ്തു തീർക്കണം.